നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് കൂടുതൽ സെൽഫ് ഫോക്കസ്ഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇവിടെ ലവ് റിലേഷൻഷിപ്പിനുള്ള ഇമ്പോർട്ടൻസ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് വളരെ ആ വ്യക്തി പ്രതീക്ഷിച്ചിരുന്ന, ആ വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നേട്ടം, മേ ബി അതൊരു ജോലിയുടെ അവസരമായിരിക്കാം, അല്ലെങ്കിൽ അബ്രോഡ് പോകാനുള്ളൊരു ചാൻസ് ആയിരിക്കാം. ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ആ വ്യക്തി മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് ആ വ്യക്തി ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. മേ ബി ഈ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ സന്തോഷം ആ വ്യക്തിക്ക് ആ ഒരു കാര്യം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു 9 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഫീലിംഗ് ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബ്ലോക്കേജ്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോകാൻ ഇടയായി എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് അപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ഈ ഒരു സെയിം ഫീലിംഗ്, എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് എന്താണ് ഒരു ഡ്രോപ്പ്, ലൈഫിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീല് ചില നേരത്തെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരുടെ ലൈഫിന്റെ ഒരു സ്റ്റെബിലിറ്റിയെ ഓർത്തിട്ടാവാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഒത്തിരി ഡിസ്റ്റൻസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റീഡിങ് എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നുണ്ട്. മേ ബി ഈ ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കാം. ആ വ്യക്തിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ആയിരിക്കാം. ആ വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം, ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നുണ്ട്, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ ആ വ്യക്തി വളരെ ലോയലാണ് നിങ്ങളോട്. പക്ഷെ നിങ്ങളുമായിട്ട് യൂണിയൻ ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് എന്തൊക്കെയോ ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറക്കുക. അതുപോലെ തന്നെ ഒരു ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. കുറച്ച് പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് ഇതെന്ന് കുറച്ച് പേർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടാവാം. മേ ബി ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആ വ്യക്തിയുടെ ലൈഫിൽ വന്നു ചേർന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഫോഴ്സ്ഫുള്ളി ആ വ്യക്തിയുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അത് ആ വ്യക്തി നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം എന്താണോ ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കാൻ ചാൻസ് ഉള്ളത്, അതിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ എതിർക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാതെ ഇരിക്കുകയാണ്. അത് പക്ഷേ ഈ വ്യക്തിയെ ഒരുപാട് ഡിപ്രഷനിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങളുമായിട്ട് ആ ഒരു കാര്യം ഒളിച്ചു വെച്ചതിൽ ആ വ്യക്തി ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് പറയണമെന്ന ആഗ്രഹവുമുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കോൺഫിഡൻസും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ വന്നു ചേർന്നത്. ഓക്കെ, വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. മേ ബി ഇത് ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം, മറ്റൊരു പേഴ്സൺ ആയിരിക്കില്ല. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റൊരു വ്യക്തി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ കരിയർ പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ഇൻസ്റ്റെബിലിറ്റി ആകാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി വളരെ ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മേ ബി ഫ്യൂച്ചറിൽ ഇത് നല്ല രീതിയിൽ ബാക്ക് ടു നോർമൽ ആവാനായിട്ടുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മാറ്റി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ, അല്ലെ? നിങ്ങളുടെ ഡ്രീംസിന് ഒരു പ്രാക്ടിക്കൽ പ്ലാനിങ് വേണം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നിപ്പോൾ അല്പം ഡിസ്റ്റൻസിൽ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ അതിനെ പ്രാക്ടിക്കൽ ആക്കാനായിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, ദെൻ
എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. യെസ്, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റ് ആയിരുന്നാലും എന്തെങ്കിലും നിങ്ങൾക്ക് ഡിപ്രഷൻ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നാലും അതെല്ലാം മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു പവർഫുൾ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം എന്തായാലും നിങ്ങളുടെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടാവാം, നിങ്ങൾ നൈറ്റ് ടൈംസിൽ ഒത്തിരി നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ മാത്രമാണ് ഏക ആശ്വാസം ഉണ്ടാവുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് റൈറ്റ് ടൈമിൽ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഓക്കെ, ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ലവ് എനർജി വൈബ്രേഷൻ വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആണ്, മേ ബി സെൽഫ് ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് എന്താണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സിൻസിയർ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഒറ്റപ്പെടലാണ് ആ വ്യക്തിയുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, അവർ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട്, ഫാമിലി ഇഷ്യൂസ് കൊണ്ട് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് അവരുടെ ലൈഫിലുണ്ട്. വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ പേഴ്സൺ. പക്ഷെ എന്തുകൊണ്ടോ ചില സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനും, ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആ വ്യക്തിക്ക് ഒരു തരത്തിലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ ആ വ്യക്തിക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആ വ്യക്തിയെ ഒരുപാട് ഹേർട്ട് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്.